നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് പാമ്പ് പേടിയാണ്. വീടിനുള്ളിലും ജനങ്ങൾ സുരക്ഷിതരല്ല. ഈ സമയത്ത് പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേനലും പാമ്പ് ഭീതിയും ഒരുപോലെ കടുക്കുകയാണ്. കുട്ടനാട്ടിൽ വീണ്ടും പാമ്പുകടിയേറ്റുള്ള മരണം നടന്നു. നെടുമുടി വൈശ്യം ഭാഗത്ത് പുതുവന വീട്ടിൽ ഇന്ദിര എന്ന 65 വയസ്സുകാരിക്കാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് വീടിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ വെച്ചാണ് ഇന്ദിരയ്ക്ക് കടിയേറ്റത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30 മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ കൊടകര മറ്റത്തൂർ വീട്ടിൽ 8 വയസ്സുകാരനായ അൽജോ പാമ്പുകടിയേറ്റ മരണത്തിന് കീഴടങ്ങിയിട്ട് ദിവസങ്ങളായില്ല. പാമ്പ് ശല്യം വർദ്ധിച്ചു വരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ശുചിമുറികൾ, അലക്കുപുരകൾ, വീടുകളുടെ തറയുടെ വിടവുകൾ എന്നിവിടങ്ങളിലെല്ലാം പാമ്പുകൾ താവളമടിക്കുന്നത് പതിവാകുന്നു. വേനൽ കനത്തതോടെ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയാണ് പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സമാനമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. പറമ്പുകളിലും കാടുകളിലും മാത്രമല്ല, ടൈൽ പാകിയ വീടിനുള്ളിലും പാമ്പുകൾ എത്തുന്നത് പതിവായിരിക്കുന്നു. കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളിലും ഉറങ്ങുന്ന മുറികളിലും പോലും പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഭയമുണ്ടാക്കുന്നത് തന്നെയാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നവർ വെളിച്ചം കരുതണമെന്നും വീടിനു ചുറ്റും കാടും പടർപ്പും വളർത്താതെ സൂക്ഷിക്കണമെന്നും വനം വകുപ്പ് കർശന നിർദ്ദേശം നൽകുന്നു. നെടുമുടിയിലെ സംഭവത്തിൽ ഇന്ദിരയ്ക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കിയിരുന്നു. എങ്കിലും ആന്റിവെനം നൽകിയ ശേഷവും മരണം സംഭവിച്ചത് വിഷത്തിന്റെ തീവ്രത മൂലമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പാമ്പ് വിഷത്തിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. പാമ്പുകളുടെ സഞ്ചാരവും അന്തരീക്ഷ താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്റമോളജിസ്റ്റും ബ്ലോഗറുമായ വിജയകുമാർ ബ്ലാത്തൂർ പങ്കുവച്ച നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. പാമ്പുകൾ ചൂട് സഹിക്കവയ്യാതെ രാത്രിയിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേരളത്തിൽ ആളുകൾക്ക് പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പാമ്പും അന്തരീക്ഷ താപനിലയും തമ്മിലെ ബന്ധം വിജയകുമാർ ബ്ലാത്തൂർ വിശദീകരിച്ചത്. പാമ്പുകൾ ശീതരക്ത ജീവികളായതിനാൽ അവയ്ക്ക് സ്വന്തമായി ശരീരതാപം നിയന്ത്രിക്കാൻ കഴിയില്ല. ചുറ്റുപാടുമുള്ള താപനിലയ്ക്ക് അനുസരിച്ചാണ് ഇവയുടെ ശരീരത്തിലെ ചൂടും മാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വേനൽക്കാലത്ത് ചുറ്റുപാടുകൾ വരണ്ടുണങ്ങുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളും വെള്ളവും തേടിയാണ് പാമ്പുകൾ സഞ്ചരിക്കുന്നത്. ഒപ്പം ഇരകളെ തേടിയുള്ള യാത്രകളും സജീവമാകും. വീടുകൾക്കും കിണറുകൾക്കും പരിസരത്തുമുള്ള തണുപ്പും ഈർപ്പവും ഇവയെ ആകർഷിക്കാറുണ്ട്. കൂടാതെ കൂടുതൽ വെയിലേൽക്കുന്ന സാഹചര്യത്തിൽ ശരീരം അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാൻ തണുപ്പുള്ള സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇവ ഇഴഞ്ഞെത്താം. ചുരുക്കത്തിൽ വെറും ചൂട് മാത്രമല്ല, അതിജീവനത്തിന് ആവശ്യമായ തണുപ്പും ഭക്ഷണവും തേടിയുള്ള യാത്രകളാണ് പാമ്പുകളെ മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ് വിജയകുമാർ ബ്ലാത്തൂർ വിശദീകരിച്ചത്. ഇതിനാൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധാലുക്കളാകുന്നതും പാമ്പ് കടിയേൽക്കാനുള്ള സാഹചര്യം കുറച്ചെങ്കിലും കുറയ്ക്കാൻ സഹായിക്കും. പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള 4 സമയങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് വേനൽക്കാലം തന്നെയാണ്. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികൾ ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് ശരീര താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കുറവാണ്. പൊതുവായി പാമ്പുകൾ മാളങ്ങളിൽ തന്നെ കഴിഞ്ഞ് ഇര പിടിക്കാനും വെള്ളം കുടിക്കാനുമായി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. എന്നാൽ വേനൽക്കാലത്ത് ശരീര താപനില നിയന്ത്രിക്കാനായി ഇവയ്ക്ക് മാളങ്ങൾ വിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്നു. രണ്ടാമത്തേതായി പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയമാണ് ഇത്. മൂന്നാമതായി പാമ്പുകൾ ഇണചേരുന്ന സമയം കൂടിയാണ്. ഈ സമയത്തെല്ലാം ഇവ കൂടുതൽ ആക്രമണകാരികളായി മാറും. ഇണപ്പാമ്പുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ സ്ഥലത്തേക്ക് പോകുന്ന സമയമുണ്ട്. അപ്പോൾ മാളത്തിന് പുറത്തായിരിക്കും ഇവ ഉണ്ടാകുക. ഇണചേരലിന്റെ സമയത്ത് ഒന്നിലധികം ആൺപാമ്പുകൾ ഇണയുടെ അടുത്തെത്താറുണ്ട്. തുടർന്ന് ആൺപാമ്പുകൾ തമ്മിൽ ഒരു ആക്രമണം ഉണ്ടാകാറുള്ളതും സാധാരണയാണ്. അതിൽ വിജയിക്കുന്ന പാമ്പാണ് ഇണചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവ ആക്രമണാത്മകമായ സ്വഭാവത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വന്ന് മനുഷ്യനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാമ്പുകളുടെ ഇണചേരൽ നടക്കുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റുള്ള മരണവും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപുള്ളവർ പറയാറുള്ളത് പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് നോക്കി നിൽക്കരുതെന്ന്. കാരണം ആ സമയത്ത് ഇവർ ആക്രമണാത്മക സ്വഭാവമാണ് കാണിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് കടിക്കുന്നതിന് കാരണമാകും. നാലാമതായി ഒന്നാണ് മഴക്കാലം. മാളങ്ങളിൽ വെള്ളം കയറുമ്പോൾ ഇവ പുറത്തേക്കിറങ്ങി മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകും.
മഴക്കാലത്ത് ശരീരം ചൂടുപിടിപ്പിക്കാനായി ഇവ വെയിലുള്ള പ്രദേശത്ത് ഇറങ്ങിക്കിടക്കാറുള്ളതും കാണാറുണ്ട്. അതുപോലെ ചൂട് കൂടുമ്പോഴും കാറ്റ് കൊള്ളാനായി മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി കിടക്കാറുണ്ട്. ഇതിനെ ബാസ്കിംഗ് എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനായും ഇവ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. വേനൽക്കാലവും പാമ്പിൻ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയവും ചിലപ്പോൾ ഒരുമിച്ച് വരാറുണ്ട്. നിലവിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവ ഒരു സ്ഥലത്ത് തന്നെ തുടരാറില്ല. ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി അവയ്ക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കാറുണ്ട്. പാമ്പിൻ കുഞ്ഞുങ്ങൾ വീടിനകത്തും പുറത്തും ഷൂവിനുള്ളിലും ചെടിച്ചട്ടിയിലും അങ്ങനെ ഒളിയിടങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം അഭയം പ്രാപിക്കാനുള്ള സാധ്യത 100 ഇരട്ടിയാണ്. ഇവയിൽ നിന്ന് കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ല എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. കുഞ്ഞു പാമ്പുകൾക്കും മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വിഷമുണ്ട്. അളവ് കുറവാണെന്ന് മാത്രം. പക്ഷേ വീര്യം മറ്റു പാമ്പുകളെ പോലെ തന്നെയാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന 100 കണക്കിന് പാമ്പുകളിൽ വിരലിൽ എണ്ണാവുന്നവയ്ക്ക് മാത്രമേ വിഷമുള്ളൂ എന്നതാണ് സത്യം. ഇവയിൽ മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നീ 4 തരം വിഷപ്പാമ്പുകളുടെ കടിമൂലമാണ് ഇന്ത്യയിൽ കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. എന്നാൽ കണ്ടാൽ ഇവയെ പോലെ തന്നെ തോന്നിക്കുന്ന ചില പാമ്പുകൾ വേറെയുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇവയെ തിരിച്ചറിയാൻ അല്പമെങ്കിലും പഠിക്കാതെ സാധിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എല്ലാ പാമ്പുകടിയും വിഷം തീണ്ടിയുള്ള മരണം എന്നതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതില്ല. അഥവാ വിഷമുള്ള പാമ്പാണ് എങ്കിൽ പോലും ഇര പിടിച്ച ഉടനെയാണ് പാമ്പ് ഒരാളെ കടിക്കുന്നതെങ്കിൽ പാമ്പിന്റെ വിഷസഞ്ചിയിൽ വിഷമുണ്ടാകണമെന്നില്ല. ഡ്രൈ ബൈറ്റ് എന്നറിയപ്പെടുന്ന ഇത്തരം പാമ്പുകടികൾ അപകടരഹിതമാകാറുണ്ട്. രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ, അണലി എന്നിവയ്ക്കാണ് മനുഷ്യനെ കൊല്ലാൻ പാകത്തിന് വിഷമുള്ളത്. രാജവെമ്പാല മാത്രമാണ് ഇക്കൂട്ടത്തിൽ പകൽ സമയത്ത് ഇര തേടി പുറത്തിറങ്ങുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റാൽ 25 മില്ലി വിഷം വരെ ശരീരത്തിൽ പ്രവേശിക്കും. ഒരാനയെ കൊല്ലാൻ ഇത് ധാരാളമാണ്. അല്ലെങ്കിൽ 20 ആളുകളെ വരെ കൊല്ലാൻ സാധിക്കുന്ന വിഷം അതിലുണ്ട് എന്നാണ് പറയുന്നത്. പാമ്പിൻ വിഷം വിവിധ തരം രാസവസ്തുക്കളുടെ ഒരു സങ്കീർണ മിശ്രിതമാണ്. രക്തത്തെ ബാധിക്കുന്ന വിഷം, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം എന്നിവയാണ് പ്രധാന തരം വിഷങ്ങളുള്ളത്. പേശികളെ ബാധിക്കുന്ന വിഷവും ഹൃദയത്തെ ബാധിക്കുന്ന വിഷവും തുടങ്ങി വിവിധ ഇനം വിഷങ്ങൾ വേറെയുമുണ്ട്. മിക്ക പാമ്പുകളിലും ഇവയിൽ ഒന്നിലേറെ തരം വിഷങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. വിഷം ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ചെറുതല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. പാമ്പുകളുടെ വിഷം കുതിരയിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിൽ ഈ വിഷത്തിനെതിരെ ഉണ്ടാകുന്ന ആന്റിബോഡികൾ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ചാണ് ASV അഥവാ ആന്റി സ്നേക്ക് വെനം നിർമ്മിക്കുന്നത്. 4 പാമ്പുകളുടെ വിഷത്തിനെതിരെ പ്രവർത്തിക്കും എന്നതിനാൽ പോളിവലന്റ് ആന്റി സ്നേക്ക് വെനം എന്നാണ് ഈ മരുന്നിനെ വിളിക്കുന്നത്. അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ മരുന്നിന്റെ പ്രധാന ന്യൂനത. അതിനാൽ അലർജി ഉണ്ടായാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ആന്റിവെനമുള്ള ആശുപത്രികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അലർജി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ആവശ്യമുള്ള രോഗികൾക്ക് മരുന്ന് നൽകുകയല്ലാതെ മറ്റു നിവൃത്തിയൊന്നും തന്നെയില്ല. സ്വീകരിക്കേണ്ട ചികിത്സാ സൗകര്യങ്ങൾ വേണമെന്ന് മാത്രം. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും പ്രധാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഈ മരുന്ന് ലഭ്യമാണ്. പാമ്പ് കടിച്ചാൽ ഉടൻ പാമ്പിനെ തിരിച്ചറിയാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത്. ഇതിന് വിവിധ കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യയിൽ ലഭ്യമായ പാമ്പിൻ വിഷത്തിനെതിരായ ചികിത്സ ASV പ്രധാനപ്പെട്ട 4 പാമ്പുകളുടെ വിഷത്തിനും എതിരായി പ്രവർത്തിക്കുന്നതാണ്. കാരണം പോളിവലന്റ് ആണത്. അതുകൊണ്ട് തന്നെ വിഷബാധ ഏറ്റെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാമ്പിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചികിത്സ കൃത്യമായിരിക്കും. രണ്ടാമത്, പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി കടിയേറ്റ ആളുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് ഡോക്ടർ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഹൃദയത്തിനെ ബാധിക്കുന്ന പാമ്പാണോ അതോ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന വിഷമാണോ ബാധിച്ചിട്ടുള്ളത് എന്നിവ എല്ലാം നോക്കിയതിനു ശേഷം ഡോക്ടർമാർക്ക് ചികിത്സ നിർണ്ണയിക്കാൻ സാധിക്കും. ASV ഡോസ് നിശ്ചയിക്കപ്പെടുന്നതും ഇങ്ങനെയാണ്. ഈ ഡോസ് ആളുടെ പ്രായത്തിനെയോ പാമ്പ് കടിച്ച മുറിവിന്റെ വലിപ്പത്തിനെയോ മറ്റെന്തെങ്കിലും പൊതുവായ കാരണത്തിനോ അനുസരിച്ച് മാറുന്നതല്ല. മറിച്ച് രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കി മാത്രമാണ് വിഷത്തിനെതിരെയുള്ള മരുന്ന് നൽകേണ്ട അളവ് തീരുമാനിക്കുന്നതും മറ്റ് ശാരീരിക വിവശതകൾ പരിഹരിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്, പാമ്പിനെ തിരഞ്ഞ് സമയം കളയുന്നത് രോഗിയുടെ നില വഷളാക്കിയേക്കാം. പിടിച്ചുകൊണ്ടുവരുന്നത് കടിച്ച പാമ്പിനെ തന്നെ ആകണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. പാമ്പുകൾ മിക്കതും പൊതുവായ വാസസ്ഥലങ്ങൾ ഉള്ളവയാണ്. പലപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം പാമ്പുകളെ കാണാറുണ്ട്. ഇപ്പോൾ വന്ന വാർത്തകളിലെല്ലാം നമ്മളത് കണ്ടതാണ്. പാമ്പ് കടിയേറ്റിരുന്നു, പക്ഷെ പിന്നീട് ഒന്നിലധികം പാമ്പുകളെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പരിസരത്ത് ഒന്നിലേറെ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ചിലപ്പോൾ രോഗിയെ വിഷമില്ലാത്ത പാമ്പ് കടിക്കുകയും പാമ്പിനെ തിരയുന്ന ആളെ വിഷപ്പാമ്പ് കടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്.
വിഷമുള്ള ജീവിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടത് ധൈര്യമല്ല, വൈദഗ്ധ്യമാണ്. വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഭയമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ പരിഭ്രമവും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും ശരീരത്തിലെ രക്തചംക്രമണം വേഗത്തിലാക്കും. ഹൃദയം, വൃക്ക, തലച്ചോർ എന്നിവിടങ്ങളിൽ വിഷം പെട്ടെന്ന് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ഓടരുത്. ഒറ്റയ്ക്കാണെങ്കിൽ കടിയേറ്റ ഭാഗം ഹൃദയത്തിനേക്കാൾ താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. വിഷം പ്രധാന അവയവങ്ങളിൽ എത്തുന്നത് വൈകിക്കാൻ ഇതുവഴി സാധിക്കും. കഴിയുന്നത്ര വേഗം ഫോണിലൂടെയോ മറ്റ് ആൾക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുന്നത് ജീവന്റെ വിലയുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. തുണി കൊണ്ട് മുറുക്കി കെട്ടുന്നത് പൊതുവെ കാണപ്പെടുന്ന രീതിയാണെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുകൊണ്ടില്ല. മാത്രമല്ല, ഈ കെട്ട് അമിതമായി മുറുകിയാൽ അതുവഴി കടിയേറ്റ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടാനും ആ ഭാഗം ഉപയോഗശൂന്യമായി മാറാനും സാധ്യതയുണ്ട്. ഇനി അഥവാ കെട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വിരൽ കയറാനുള്ള അയവ് ഉണ്ടായിരിക്കണം. കൈകാലുകളിലാണ് കടിയേറ്റതെങ്കിൽ അണിഞ്ഞിരിക്കുന്ന വാച്ച്, ആഭരണങ്ങൾ തുടങ്ങിയവ ഊരി മാറ്റേണ്ടതാണ്. പിന്നീട് നീർവീക്കം വന്നാൽ ഇവ ഇറുകി ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. മുറിവിൽ നിന്നുമുള്ള രക്തപ്രവാഹമുണ്ടെങ്കിൽ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടാം. പാമ്പിനെ പിടിക്കാനോ പാമ്പിൻ്റെ ഫോട്ടോ പിടിക്കാനോ ശ്രമിച്ച് സമയം കളയേണ്ടതില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാമ്പിനെ തിരിച്ചറിയുന്നതും ചികിത്സയും തമ്മിൽ വലിയ ബന്ധമില്ല. രോഗിക്ക് ആവശ്യമായ ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മൊബൈലിൽ ചിത്രമെടുക്കാൻ സാധിക്കുമെങ്കിൽ പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്നറിയാൻ ചികിത്സിക്കുന്ന ഡോക്ടറെ സഹായിച്ചേക്കും. ഇതിന് സാധിച്ചില്ലെങ്കിലും വിരോധമില്ല. അശാസ്ത്രീയമായ ചികിത്സകൾക്കായി കളയുന്ന വിലയേറിയ മണിക്കൂറുകൾ രോഗിയെ ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടേക്കാം. വിഷക്കല്ല് വയ്ക്കുക, പച്ചമരുന്ന് കഴിച്ച് നേരം കളയുക തുടങ്ങിയവയൊന്നും തന്നെ വിഷം രക്തത്തിൽ കലർന്ന അവസ്ഥയിൽ ഗുണം ചെയ്യില്ല. രോഗിയെ രക്ഷിക്കാനുള്ള വിലപ്പെട്ട സമയം ഈ വഴിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ വരുന്നൊരു സംശയം ഇതായിരിക്കും: എത്രയോ പേർക്ക് വിഷക്കല്ല് വെച്ചും പച്ചമരുന്ന് കെടുത്തും രോഗികൾ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചോദ്യം. അതിന് ഉത്തരം ഒന്നേയുള്ളൂ: ആകെ 4 തരം പാമ്പുകൾക്കേ വിഷമുള്ളൂ. ആ പാമ്പുകളോട് വളരെയധികം സാമ്യമുള്ള വിഷമില്ലാത്ത പാമ്പുകളും ഇവിടെയുണ്ട്. ഇപ്പോൾ വിഷക്കല്ല് വെച്ചും പച്ചമരുന്ന് കഴിച്ചുമൊന്നും രോഗിയെ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ ആഞ്ജീവനം കുത്തിവെക്കുക തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മദ്യവും പുകയിലയിലെ നിക്കോട്ടിൻ എന്ന വസ്തുവും രക്തക്കുഴലുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരാൻ കാരണമാകും. അതുപോലെ ചില ഭക്ഷ്യവസ്തുക്കളിലുള്ള ഘടകങ്ങൾ, ഉദാഹരണത്തിന് ചായയിലും കാപ്പിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന കഫീൻ ഇതേപോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റ് വളരെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഓർക്കുക, പാമ്പ് കടിയേറ്റ പിരിമുറുക്കം കുറയ്ക്കാൻ ഉപയോഗിക്കേണ്ട വസ്തുക്കളല്ല ഇവയൊന്നും. നേരം കളയാതെ ചികിത്സ നേടുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഇലകളോ വെച്ചുകെട്ടാനോ കഴിക്കാനോ പാടില്ല. മുറിവ് എത്രയും പെട്ടെന്ന് വൈദ്യശ്രദ്ധയിൽപ്പെടാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത്. വിഷം തീണ്ടിയ മുറിവിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടി ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. മാത്രമല്ല, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയാൻ ശ്രമിക്കരുത്. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകടിയാണ് ഏൽക്കുന്നതെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തും. ഭീമമായ രക്തനഷ്ടമായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഫലം. മുറിവിൽ നിന്നും രക്തം വായ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത്. വിഷം വലിച്ചെടുക്കുന്ന വ്യക്തിക്ക് വിഷബാധ ഏൽക്കാം. മുറിവിൽ ഐസ് ഉപയോഗിക്കാൻ പാടില്ല. തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കാനും പാടില്ല. ഇവയൊന്നും തന്നെ വിഷബാധയെ തടയില്ല, ദോഷഫലം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഒരു വർഷത്തിനിടെ 19 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റു മരിച്ചത്. വനം വകുപ്പിന്റെ കീഴിലുള്ള സർപ്പയുടെ 2021 മുതലുള്ള കണക്ക് പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയത് 74,000-ലധികം പാമ്പുകളാണ്. ഇവയെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിട്ടുണ്ട്. പാമ്പ് കടിച്ചാൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാമ്പ് കടിയേറ്റ ആളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടും, വിഷം ശരീരത്തിൽ വേഗം പടരും. 70% പാമ്പുകളും വിഷമില്ലാത്തവയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് പാമ്പ് കടിച്ചാൽ ഉടൻ തന്നെ മരിച്ചു പോകുമെന്ന് കരുതേണ്ട കാര്യമില്ല. മിക്കപ്പോഴും അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ വിഷമുള്ള പാമ്പ് കടിക്കുന്നുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുക. കടിയേറ്റയാളെ നടക്കാൻ അനുവദിക്കരുത്. വിഷമില്ലാത്ത പാമ്പായിരിക്കുമെന്ന് വിചാരിച്ച് നടന്നു പോയിക്കോളാൻ പറയരുത്. കടിയേറ്റയാളെ നടന്നു പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. കടിച്ച ഭാഗം അനക്കരുത് എന്നർത്ഥം. ആഭരണങ്ങളും വാച്ചും മുറുക്കി കിടക്കുന്ന വസ്ത്രവുമെല്ലാം നീക്കം ചെയ്യണം.
കടിയേറ്റിടത്ത് നീര് വന്ന് വീർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുറുകിക്കിടക്കുന്ന വസ്ത്രങ്ങളും എല്ലാം കുറച്ചൊന്ന് ലൂസാക്കുക. ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക. വെള്ളമോ മറ്റു ഭക്ഷണങ്ങളോ കൊടുക്കരുത്. കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. കടികൊണ്ട ഭാഗം കീറി മുറിച്ച് രക്തം കളയരുത്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള തരം വിഷമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുറിവിലൂടെ രക്തം വാർന്നുപോയി ജീവൻ അപകടത്തിലാക്കാം. അതുപോലെ തന്നെ വായു കൊണ്ട് രക്തം വലിച്ചെടുക്കുന്ന രീതി അപകടമാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പാമ്പിനെ തപ്പി സമയം കളയരുത്. ആന്റിവനമുള്ള ആശുപത്രിയിലേക്ക് വൈകാതെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പ്രധാനം വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ പാമ്പുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.